ചൈനീസ് ബന്ധം സമ്പൂർണ്ണമായി ഉപേക്ഷിച്ച് പാകിസ്ഥാൻ വ്യോമസേനയടക്കം അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ചൈന ഇതോടുകൂടി വലിയ രീതിയിലുള്ള അവതാളത്തിലായി. ചൈന പാകിസ്ഥാനെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാമെന്ന് കരുതി പാകിസ്ഥാനിൽ വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തിയിരുന്നു. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് അടക്കം നടത്തിയിരുന്നു. എന്നാൽ ചൈനയ്ക്കിപ്പോൾ മനസ്സിലായി പാകിസ്ഥാനിൽ ഇനി കയറി പിടിച്ചാൽ അത് അമേരിക്കയുടെ താവളമായി മാറും, അത് ചൈനയ്ക്ക് വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന്. എന്തായാലും ഇത് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നത് ഇന്ത്യക്കാണ്. ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് നമ്മുടെ പാക് അധീന കശ്മീർ നമ്മൾ വീണ്ടെടുക്കാൻ ചെല്ലുമ്പോൾ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലൂടെയാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് കടന്നു പോകുന്നത്. ഈ പ്രദേശത്ത് ചൈന ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ക്ഷീണം ഇന്ത്യക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൈന നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അഫ്ഗാനിസ്ഥാനുമായി സഹകരിച്ച് അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് അതുവഴി തിരിച്ചുവിടാനുള്ള പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ കിട്ടുന്ന വിവരം ഇന്ത്യയുമായുള്ള സംഘർഷത്തിനും സൈന്യത്തിൻ്റെ ഓപ്പറേഷൻ സിന്ദൂറിലും പാകിസ്ഥാൻ വൻ പരാജയം ഏറ്റുവാങ്ങിയെന്ന് അമേരിക്കയുടെ മുമ്പിൽ സമ്മതിച്ചിരിക്കുകയാണ്. 11 മിസൈലുകളാണ് ഇന്ത്യയുടെ അവരുടെ എയർബേസിൽ വന്ന് വീണത് എന്ന് അമേരിക്കയ്ക്ക് മുമ്പിൽ പാകിസ്ഥാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ചൈനീസ് ആയുധങ്ങൾ പ്രയോഗിച്ചു, അത് പരാജയപ്പെട്ടു. ഇപ്പോൾ പാകിസ്ഥാൻ അതിൻ്റെ പ്രത്യേക സുഹൃത്തായിട്ടുള്ള ചൈനയുടെ വിശ്വാസം നഷ്ടപ്പെട്ട് അമേരിക്കയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചിരിക്കുകയാണ്. അമേരിക്കയുമായിട്ടുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി സഹീർ അഹമ്മദ് ബാബർ സിന്ധു വാഷിംഗ്ടണിലെത്തി. അടുത്തിടെ പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീറും വാഷിംഗ്ടണിലേക്ക് പോയിരുന്നു. ഇവിടെ അദ്ദേഹം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇപ്പോഴിതാ അതിന് പുറമെയാണ് പാകിസ്ഥാൻ വ്യോമസേനയും ഇപ്പോൾ അമേരിക്കയ്ക്ക് മുമ്പിൽ സമ്പൂർണ്ണമായി കീഴടങ്ങിയിരിക്കുന്നത്. എന്തായാലും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് പാകിസ്ഥാനും US ചർച്ച ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വാഷിംഗ്ടണിലെത്തിയ പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി സഹീർ US വ്യോമസേനാ മേധാവി ജനറൽ ഡേവിഡ് ആൽവിനുമായും TOCHലെ സൈനിക ഉദ്യോഗസ്ഥരുമായും നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. പെൻറ്റഗൺ മേധാവിയുമായും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരുമായും സഹീർ കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും സാങ്കേതിക പ്രതിരോധ കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചുമാണ് ഈ യോഗം ചർച്ച ചെയ്തത് എന്ന് പറയുന്നുണ്ട്. പാകിസ്ഥാൻ അമേരിക്കയുടെ അത്യാധുനിക ആയുധങ്ങൾ ആവശ്യമാണ് എന്നുള്ളതാണ്. ചൈനീസ് ഉപകരണങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനായി US-ഉമായുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. US F-16 വിമാനം, വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവ ഉൾപ്പെടെ നിരവധി നൂതന അമേരിക്കൻ ആയുധങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നു. ഇതുകൂടാതെ US നിർമ്മിത മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റത്തിൻ്റെ ബാറ്ററികളായ എയർ ടു എയർ മിസൈൽ AIM-7 സ്പാരോ സ്വന്തമാക്കാനും പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ചൈനീസ് ആയുധങ്ങൾ പ്രയോഗിച്ചപ്പോൾ ചൈന കൂടെയാണ് നാണം കെട്ടത്. ചൈനയും പാകിസ്ഥാനുമുള്ള ബന്ധം ഏകദേശം അസ്തമിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഉറ്റ സുഹൃത്തായ ചൈനയിൽ നിന്നും പാകിസ്ഥാൻ സമ്പൂർണ്ണമായി അകലാനുള്ള ചാൻസാണ് കാണുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.